ഈ ഒരു ടൈം കഴിഞ്ഞ് നമ്മൾ മറക്കുമെന്ന് പറയുന്നതിൽ വാസ്തവമുണ്ടോ? ഒരു ഉയർച്ച വന്നു കഴിഞ്ഞാൽ കൂടെ ഉള്ളവരെ അങ്ങനെ മറക്കണവരുണ്ടാവാം, തിരക്കിൽ ചിലപ്പോൾ വിട്ടുപോണവരുണ്ടാവാം. എന്തെന്ന് മറക്കാൻ എന്തെന്നാ ഉള്ളത്? അങ്ങനെയൊന്നുമില്ല. ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇതിനേക്കാൾ രക്ഷപ്പെടുമായിരുന്നു തോന്നിയിട്ടുണ്ടോ? സ്ത്രീക്ക് എന്താ പ്രത്യേകത? എത്രയോ സ്ത്രീകൾ അവസരം കിട്ടാണ്ട് കിടക്കുന്നു. കഴിവാണ് പ്രധാനം, കഴിവല്ല ഭാഗ്യം. ഇപ്പം എനിക്കൊരു ക്യാരക്ടർ സീരിയലിൽ എനിക്ക് കിട്ടുന്ന ക്യാരക്ടറുകൾ, ഇപ്പം ജോയ്സി സാറിൻ്റെ തന്നെ ഞാൻ പറയാം. നമ്മുടെ ജോയ്സി സാറുണ്ടല്ലോ, ഇപ്പം അദ്ദേഹത്തിൻ്റെ ഏഷ്യാനെറ്റിൽ മഴ തോരും മുമ്പേ എന്നുള്ള സീരിയൽ ടെലികാസ്റ്റിംഗ് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ 2 സീരിയലിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അമല, മഞ്ഞുരുവങ്കാലം. ജോയ്സി സാറിൻ്റെ ആദ്യത്തെ എന്നെ വിളിക്കുന്നത് ഈ ഒരു നെഗറ്റീവ് റോളായിരുന്നു അമല, മഴവിൽ മനോരമയിൽ. ആ ക്യാരക്ടർ ഞാൻ ചെയ്തത് സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പൊളിറ്റീഷ്യനായിട്ടാണ്, ചിരിക്കുന്ന ഒരു 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 എന്താ പറയുക, വളരെ ചിരിച്ചുകൊണ്ട് തന്നെ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവനാണ്. അപ്പോൾ സാർ അത് എനിക്ക് തന്നപ്പോൾ സാറിനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. സാർ തന്നെ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. എനിക്കിപ്പോൾ നിങ്ങളുടെ ഒരു സ്ക്രിപ്റ്റ് ഇപ്പോൾ സാർ ഇത് കാണുകയാണെങ്കിൽ എനിക്ക് അഭിമാനമാണ്. കാരണം സാർ എന്നോട് പറഞ്ഞതാണ് പേഴ്സണലി, മനോജിൻ്റെ ഒരു സീൻ എഴുതുമ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല, അതിങ്ങനെ ഫ്ലോയിൽ പോകുമെന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് എഴുതാൻ ഭയങ്കര സുഖമാണെന്ന്. ഞാൻ ഈ എഴുതുന്ന ഡയലോഗ് നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്ന എനിക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് എനിക്കങ്ങനെ എല്ലാവരെയും കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടിയ ഒരു 2-3 പേരേ ഉള്ളൂ, അതിലൊരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ബഹുമതിയാണ്. അമല കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്തൊരു സീരിയൽ എൻ്റെ കമ്മിറ്റ് ചെയ്യേണ്ട ഒരാവശ്യം വന്നപ്പോൾ, എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സിലെ 3 മണി എന്നുള്ള സീരിയലാണ്, 3 ബ്രദേഴ്സിൻ്റെ കഥയായിരുന്നു. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ അപ്പോൾ അമല തീരാൻ കുറച്ച് ദിവസം കൂടി ബാക്കിയുണ്ട്, 3-4 ദിവസത്തെ ഇതുവരെ മറ്റേ സീരിയൽ തുടങ്ങണമെങ്കിൽ ഒരു 10 ദിവസം ഞാൻ കൊടുക്കണം, ഈ ഡേറ്റ് 3 ദിവസം കയറി വന്നേക്കാം. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ എനിക്ക് പുതിയൊരു സീരിയൽ വന്നിട്ട് ഇത് തീർന്നല്ലോ, ക്ലൈമാക്സ് അല്ലേ, അപ്പം 3 ദിവസത്തെ എൻ്റെ ഡേറ്റ് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ എനിക്ക് ഈ സീരിയൽ കമ്മിറ്റ് ചെയ്യായിരുന്നു, അതെന്തെങ്കിലും സാറൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് ചെയ്ത സീരിയൽ ഞാൻ പറഞ്ഞു 3 മണി എന്ന് പറഞ്ഞു ഫ്ലവേഴ്സിൽ. അപ്പം ഞാൻ എൻ്റെ അടുത്ത സീരിയലിൽ നായകൻ നിങ്ങളല്ലേ, ഞാൻ എന്ത് ചെയ്യും? വളരെ നാടകീയമായിട്ട് സാറ് പറയണം. ഞാൻ ചേട്ടി സാർ തമാശ പറഞ്ഞാണോ? ഞാൻ കാര്യം പറഞ്ഞാണ്, അടുത്ത സീരിയലിൽ എൻ്റെ സീരിയലിലെ നായകൻ നിങ്ങളാണ്, മഞ്ഞുരുവങ്കാലം എന്നാണ് ആ സീരിയലിൻ്റെ പേര്. അതിലൊരു വിജയരാഘവൻ എന്നുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ മനോജിന് മാറ്റി വെച്ചിരുന്നത്. അപ്പം ഞെട്ടിപ്പോവാണ് ഇങ്ങനെയൊക്കെ കേൾക്കാമെന്ന് വെച്ചാൽ. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. സാറും അപ്പം പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇങ്ങനെ ഒരു വർക്ക് വന്ന്. എന്തെങ്കിലും നമ്മൾ പറയുന്നറിയാലോ. ഞാനാകെ തെറ്റ്. ഞാൻ അപ്പം തന്നെ അവരോട് പറഞ്ഞു, അയ്യോ രക്ഷയില്ല, ഞാനപ്പോൾ അതിൽ നിന്ന് മാറി, കൊടുക്കാൻ പറ്റിയില്ല. പിന്നീടാണ് മഞ്ഞുരുവങ്കാലം അതൊരു ചരിത്രമായി സീരിയലിൽ, ഇന്നും അത് ട്രെൻഡാണ്. അത് കഴിഞ്ഞിട്ട് സാറ് ബ്രാഹ്മണം എടുത്തപ്പോഴും എന്നെ വിളിച്ചു. അതിലൊരു ജസ്റ്റ് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ്, കുറേ എപ്പിസോഡ് വന്നതിന് ശേഷം. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല, വേറെ സീരിയൽ ക്ലാഷായി. മഴ തോരും മുമ്പേ അതിന് മുമ്പേ ഞാൻ മറ്റൊരു വേറെ സീരിയൽ ചെയ്തുകൊണ്ട് ഇതിലും പറ്റില്ല, കാരണം ടീച്ചർ അമ്മയിൽ ഞാൻ ഉള്ളതുകൊണ്ട്. പക്ഷെ ഇന്ന് വോയിസ് ചെയ്യുന്നുണ്ടല്ലേ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ജോയ്സ് സാറ് എനിക്ക് ഇത്രയും നല്ല ക്യാരക്ടേഴ്സ് തന്ന ആളല്ലേ. ജോയ്സ് സാറിൻ്റെ മഴ തോരും മുമ്പേലെങ്കിലും എനിക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ വെറുതെ സാറിന് മെസ്സേജ് അയച്ചു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചാറ്റ് ചെയ്യാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ. വർക്ക് തുടങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ സാറിനോട് ഞാൻ മെസ്സേജ് അയച്ചു, സാറിൻ്റെ പ്രോജക്റ്റിൽ ഇനിയിപ്പോൾ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഓൾറെഡി ഏഷ്യാനെറ്റിൽ ഇപ്പോൾ ടീച്ചർ ചെയ്യാല്ലേ, സാർ എന്തെങ്കിലും ഡബ്ബിങ് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോട്ടോ, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു, സന്തോഷത്തോടെ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. സാർ അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടിട്ടു. പിന്നെ എന്നെ വിളിക്കുകയാണ് ഇതിൻ്റെ കൺട്രോളർ വിളിച്ച്, ബാദുഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഡബ് ചെയ്യണേ. നമ്മുടെ കൺട്രോളർ പ്രൊഡ്യൂസറല്ലേ, ബാദുഷയ്ക്ക് വേണ്ടി നായകൻ്റെ അച്ഛനാ. അങ്ങനെ ഞാൻ വന്ന് ഡബ് ചെയ്ത്. അപ്പോൾ അത് നല്ല ക്യാരക്ടർ ബാദുഷ. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് സന്തോഷമായി എനിക്ക്. ജോയ്സ് സാറിൻ്റെ ആ ഒരു പ്രോജക്റ്റിൽ എനിക്ക്, ജോയ്സ് സാർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു ക്ലീൻ മനസ്സുള്ളൊരു വ്യക്തിയാണ്.